ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2199. ഇന്ന് ജനുവരി മാസം 7-ാം തീയതി. സുറിയാനി സഭയെ സംബന്ധിച്ച് മോർ യൂഹാനോൻ മാബ്ദാനായുടെ ചിരച്ഛേദന പെരുന്നാളാണ്. നമ്മുടെ കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സുവിശേഷങ്ങളുടെ ആദ്യ ഭാഗത്ത് നിന്ന് യോഹന്നാനെ ഒന്നും കൂടി ഒന്ന് വായിച്ച് എടുക്കേണ്ടതാണ്. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ജനം അങ്ങനെയാണ് അക്കാലത്തെന്നല്ല അതിനു മുമ്പും ആ ജനതയെ വിശേഷിപ്പിക്കുന്നത്. അവർക്കിടയിൽ ജീവിച്ച മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കാനായിട്ട് അതിശക്തമായി പ്രതികരിച്ച പ്രവാചകനായ യോഹന്നാൻ മാബ്ദാനെ കുറിച്ച് ജനത്തിന്റെ ചിന്ത ഇവൻ ക്രിസ്തു അല്ലെന്നായിരുന്നു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 15-ലേക്ക് എത്തുമ്പോൾ അത് പൂർണ്ണമാവുന്നുണ്ട്. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. എപ്പോഴാണ് ഒരാൾ പതിയെ അവനവനെ തന്നെ വിട്ട് അവനവനെ ഉപേക്ഷിച്ച് പതിയെ ക്രിസ്തുവായി മാറുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല, ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ എനിക്ക് ലാഭമാണ്, കാരണം എല്ലാം അത് ക്രിസ്തുവിലാണ്. വിശുദ്ധ കുർബാനയില് 5-ാം ദുബ്ദേനില് പിതാക്കന്മാരുടെ പേരുകളൊക്കെ ഓർക്കുന്നതിന് മുമ്പ് ഒരു വിശേഷണമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തെ ധരിച്ചവരായ, വസ്ത്രം പോലെ ദൈവത്തെ ധരിക്കുന്ന, അവനവന്റെ ഉടലിനു മീതെ അണിയുന്ന ആ ഒരു ദൈവത്വം. യോഹന്നാൻ സ്നാപകന്റെ ജീവിതവും വാക്കുകളും പ്രവൃത്തിയുമെല്ലാം കണ്ട് ബോധ്യപ്പെട്ട ജനത്തിന് തോന്നുകയാണ്, ഇത് ക്രിസ്തുയേശുവല്ലേ? എന്നെക്കുറിച്ച് എന്തുകൊണ്ടാണ് ആരും ഇതുവരെ അങ്ങനെയൊന്ന് ആലോചിക്കാത്തത്, പറയാത്തത്, പങ്കുവെക്കാത്തത്? ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മുമ്പിലെ ഒരു ആത്മീയ വഴിയിലെ വെല്ലുവിളി തന്നെയാണ് പതിയെ ക്രിസ്തുവായി മാറുക. ഒന്നും എളുപ്പമല്ല. എന്നാലും ക്രിസ്തുവായി മാറുന്നു എന്ന് ജനത്തിന് തോന്നിയ യോഹന്നാൻ മാബ്ദാനെ നമുക്ക് ഒന്ന് മാതൃകയാക്കിയാലോ? യോഹന്നാൻ മാബ്ദാനയുടെ അതിശ്രേഷ്ഠമായ ഒരു പ്രഭാഷണം വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിന്റെയും ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെയും 3-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. അത് നീ ദിനമൊന്ന് വായിക്കാനായിട്ട് പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നിലപാടുകളൊക്കെ കിട്ടും. അങ്ങനെയാവട്ടെ ഈ വലിയ പെരുന്നാളിന്റെ ശരിയായ ആചരണം. ആമേൻ.